ഞാൻ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലെ ജോയിൻറ്റ് ഡയറക്ടറാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഴക്കാലമാണല്ലോ. അപ്പം മഴക്കാലത്ത് നമ്മുടെ പെറ്റ് ആനിമൽസിന് സാധാരണയായി ഇപ്പോൾ കാണുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്. മെയിനായിട്ട് നമ്മുടെ ഈ മഴക്കാലത്ത് മിക്ക ഡോഗ്സിനും ഫംഗൽ ഇൻഫെക്ഷനാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കേരള ക്ലൈമറ്റിൽ ഈ ഹ്യൂമിഡിറ്റിയും ചൂടും കൂടി വരുന്ന സമയത്ത് ഈ ഡോഗ്സിനെ ദേഹത്ത് ഈർപ്പം നിൽക്കുകയും, പ്രത്യേകിച്ച് കഴുത്തിൻ്റെ അടിവശം, കഷം, കാലിൻ്റെ ഇടുക്ക് തുടങ്ങിയ സ്ഥലത്ത് ഈർപ്പം നിൽക്കുകയും അവിടെ പതിയെ പതിയെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് കാതലായി നമ്മൾ കാണുന്ന കാര്യം, ആ ഭാഗങ്ങളിലൊക്കെ റെഡ്നെസ് ഉണ്ടാവുന്നു, റാഷസ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാവുന്നു, ചൊറിഞ്ഞു പൊട്ടുന്നു. പിന്നീട് ഇത് ആ തൊലി തന്നെ നല്ല കറുത്ത് ഒരു കട്ടിയുള്ള തൊലിയായി മാറുന്നു. അതുപോലെ തന്നെയാണ് ഡോഗിൻ്റെ ഒരു ദേഹത്തൊരു വല്ലാത്ത ഒരു സ്മെല്ലും ഉണ്ടാകുന്നു. എപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോഴും വീണ്ടും ആ സ്മെല്ല് തിരിച്ചു വരുന്നു. ഇതാണ് സാധാരണയായിട്ട് നമ്മൾ ഫംഗൽ ഇൻഫെക്ഷന് കാണുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് നമുക്ക് പരാതങ്ങൾ, സ്കിന്നിലെ നമ്മുടെ ടിക്സ്, ഫ്ലീസ്, പ്രത്യേകിച്ച് മൊസ്കിറ്റോസ് ഈ സമയത്ത് കൂടുതലാണ്. ഇവ കടിക്കുന്നത് മൂലമുള്ള സ്കിൻ അലർജിയും ചൊറിച്ചിലും ഒക്കെ പിന്നെ ഇതിൻ്റെ ഈ സ്കിന്നിൻ്റെ കണ്ടീഷൻസ് മോശമാക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ്. അതായത് വോമിറ്റിങ്, ഡയറിയ, പിന്നെ ബ്ലഡ് ടിഞ്ച്ഡ് ആയിട്ടുള്ള മോഷൻ പോവുക, പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇതൊക്കെ ഈ മഴക്കാലത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും വെള്ളം, ശുചിയായ വെള്ളം കുടിക്കണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ഫുഡ് പെട്ടെന്ന് ചീത്തയാവുന്നു, പൂപ്പൽ വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റൊമക്കിന് പ്രശ്നം വന്നിട്ട് വയറിന് കൂടുതൽ പ്രോബ്ലംസ് നമ്മുടെ ഈ മഴക്കാലത്താണ് കാണുന്നത്. അതുപോലെ ഈ മഴക്കാലത്ത് ഒരുപാട് ഡാമ്പും വെറ്റായിട്ടുള്ള കണ്ടീഷൻസിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും സാധാരണ സമയത്തിനേക്കാളും കൂടുതലാണ്. ചില ഡോഗ്സിനൊക്കെ അത് ന്യൂമോണിക്കായി മാറുന്നുണ്ട്. അതുപോലെ നമുക്ക് കാണുന്ന മറ്റനവധി രോഗങ്ങളിൽ ഒരെണ്ണമാണ് എലിപ്പനി. ഈ കെട്ടി നിൽക്കുന്ന വെള്ളം, ടെറസിൻ്റെ മുകളിലത്തെ വെള്ളം, ഈ അങ്ങനത്തെ ഓടിൻ്റെ മച്ചിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് വരുന്ന വെള്ളം കെട്ടി നിൽക്കുന്നതും ഒക്കെ സ്ഥലത്തുനിന്ന് ഡോഗ്സിന് എലിപ്പനി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം പക്ഷേ നമ്മൾ വാക്സിനേറ്റ് ചെയ്യുന്നതുകൊണ്ട്, എലിപ്പനിക്ക് വാക്സിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് മിക്ക ഡോഗ്സും അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പം കറക്റ്റായിട്ട് നമ്മൾ മഴക്കാലത്തിന് മുമ്പേ വാക്സിനേഷൻ ചെയ്യണം. അതുപോലെ തന്നെ വിരയ്ക്ക് മരുന്ന് കൊടുക്കണം. ടിക്സും ഫ്ലീസും വരാതെ നമ്മൾ ഉള്ള മരുന്നുകളും ടാബ്ലറ്റ്സും കൊടുക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ നന്നായിട്ട് ഗ്രൂം ചെയ്ത് ഡോഗ്സിനെ നല്ല ഡ്രൈ ആയിട്ട്, നല്ല ഹെൽത്തി ആയിട്ട്, സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് മഴക്കാല രോഗങ്ങളിൽ നിന്ന് നമ്മുടെ പെറ്റ് ആനിമൽസിനെ രക്ഷിക്കാനായിട്ടുള്ള മാർഗങ്ങളാണ്.